ഹായ് എവരിവൺ. ഒരു കാര്യം പറയുകയാണ് സായി കൃഷ്ണക്ക് ചുട്ട മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ലോകത്ത് ഒരു ആണായി ജനിച്ചതിൽ ഒരു അർത്ഥവുമില്ല. അതുകൊണ്ടാണ് മക്കളെ ഇന്ന് സായിക്ക് ഞാനൊരു മറുപടി കൊടുക്കുന്നത്. ഒരു പെണ്ണിനും ഇങ്ങനൊരു ഗതികേട് വരല്ലേ എന്ന് ഞാൻ പറയുകയാണ്. അതായത് ഈ പറയുന്ന സായി ഈ പറയുന്ന അനുമോളെ അങ്ങ് ആക്രമിക്കുന്നു മക്കളെ. സത്യം പറഞ്ഞാൽ സായി നിനക്ക് ഉളുപ്പുണ്ടോ? സായി പറയുന്ന ഓരോ കാര്യവും ഇവിടെ ഞാൻ വെച്ചുകൊണ്ട് അനുമോൾക്ക് വേണ്ടി ഇന്ന് സംസാരിക്കുന്നു. കാരണം അതൊരു പെണ്ണാണ്. ഒരു പെണ്ണിനും ഇങ്ങനൊരു ഗതി വരാൻ പാടില്ല. ആ പെണ്ണിന് ഫ്യൂച്ചർ ഉണ്ട്. ആ പെണ്ണിൻ്റെ ഫ്യൂച്ചർ വെച്ചാണ് ഈ പറയുന്ന സായി കളിക്കുന്നത്. അപ്പോൾ സായി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്നൊന്ന് കേൾക്കണം. അതിന് ശക്തമായ മറുപടി ഞാനിപ്പോൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ് അനുമോൾ. കം ആൻഡ് ഫേസ് ദ റിയാലിറ്റി ആൻഡ് ദ റിയൽ വേൾഡ്. ഇത്രയും എനിക്ക് അനുമോളോട് പറയാനുള്ളൂ. ഓക്കെ, പിന്നെ എൻ്റെ എന്താ പറയുക, ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ ഞാൻ എപ്പോഴും പറഞ്ഞിരുന്നത്, സീസൺ 6 ഒരു പൊട്ടനും സീസൺ 7 ഒരു പൊട്ടത്തിക്കും. എടാ മരപ്പെട്ട ഒരു കാര്യം പറയുകയാണ്. ജിൻഡോ ജയിച്ചതാണെങ്കിലും ഈ പറയുന്ന അനുമോൾ ജയിച്ചതാണെങ്കിലും കളിച്ച് ജയിച്ചതാണ് മരപ്പെട്ട. നീ അതിൻ്റെ അകത്ത് പോയിട്ട് എന്താണ് മരപ്പെട്ട ചെയ്തത്? ആ മരപ്പൊട്ടനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് പൊട്ടത്തി ജയിച്ചു പൊട്ടൻ ജയിച്ചു എന്ന്. സത്യം പറഞ്ഞാൽ നിന്നോടൊരു കാര്യം പറയുകയാണ് സായി, നിന്റെ വീടിൻ്റെ അടുത്ത് ഏതെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടെങ്കിൽ ആ മെഡിക്കൽ ഷോപ്പിൽ നീ പോയി ചോദിക്കണം അസൂയക്ക് വല്ല മരുന്നുണ്ടോ. അപ്പോൾ അവർ എന്തെങ്കിലും മരുന്ന് തരും, അതങ്ങ് കഴിച്ചാൽ മതി, നിന്റെ അസൂയ കുറയും. ഓക്കെ പൊട്ടൻ പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഓക്കെ ഇല്ലേ? സെറ്റല്ലേ? സന്തോഷമായില്ല എല്ലാവർക്കും? ഓക്കെയാണ്, സെറ്റാണ്, സന്തോഷമായി അവൻ്റെ ഒരു ചിരി. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അനുമോളെ സ്നേഹിക്കുന്ന, അനുമോളെ ഇഷ്ടപ്പെടുന്ന, അനുമോളുടെ കോണ്ടന്റുകൾ ഭയങ്കര കാര്യമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണ്ട. അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. അനുമോളെ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ കാണണ്ട എന്ന് പറയാൻ നീ ആരാണ്? ഇത് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും കാണും, ഇവനറിയും ഇവനിട്ട് കിട്ടും, അതുകൊണ്ട് പറയുകയാണ് ആരും കാണണ്ട. പൊട്ടൻ പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. ജസ്റ്റ് അനുമോക്ക് കപ്പ് കിട്ടിയോണ്ടെന്ന് കൺഗ്രാജുലേഷൻ പറഞ്ഞു എന്നുള്ളൂ. എനിക്ക് അനുമോക്ക് കപ്പ് കിട്ടിയതിന് ഒരു തരത്തിലുള്ള സന്തോഷമില്ല. കാരണം ദെയർ ആർ ബെറ്റർ കണ്ടസ്റ്റൻസ്. ടോപ്പ് 5 തന്നെ നെവിൻ ഉണ്ടായിരുന്നു. നെവിൻ ഉണ്ടായിരുന്നു ടോപ്പ് 5. ഞങ്ങളൊക്കെ കണ്ണുപൊട്ടന്മാരാ, ഞങ്ങൾക്ക് ആർക്കും കണ്ടിട്ടില്ല നെവിൻ ഉണ്ടായത്. അവൻ പറയുകയാണ് നെവിൻ ഉണ്ടായിരുന്നു, ഞങ്ങളാരും കണ്ടില്ല. പൊട്ടം. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ഈ സീസൺ പല സമയങ്ങളും താന്ന് വീണ് പൊട്ടിപ്പൊളിഞ്ഞ് അനുമോൾ ഒരു സൈഡിൽ നിന്ന് ചീഞ്ഞ കണ്ടന്റുകൾ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് സീസൺ ഒറ്റയ്ക്ക് എടുത്ത് കൊണ്ടുപോയി ഒരുത്ത്. സീസൺ അനുമോൾ ചീഞ്ഞ കണ്ടന്റാണ് കൊടുത്തത്. ഈവൻ സീസൺ 6 വെരി വെരി കണ്ടന്റാണ് കൊടുത്തത്. പൊന്നാര പൊട്ട, ഇത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയാണ് പൊട്ട ഉള്ളത്? സീസൺ 6 പോയി ടൗസർ ഇട്ട് അങ്കണവാടിയിൽ ചെറിയ പിള്ളേർ ആദ്യം പോയാൽ എങ്ങനെയാണോ ഇരിക്കുന്നത്, ഒരു ടൗസർ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന സായിയാണ് പറയുന്നത്. നാണമുണ്ടോ നിനക്ക്? ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടോടാ സായി? അതായത് അനുമോൾ അവിടെ ഗെയിം കൊണ്ട് കഷ്ടപ്പെട്ട് കളിച്ചത് കൊണ്ട് കപ്പ് കിട്ടി. ഈ സായി പറയുകയാണ് ചീഞ്ഞ കണ്ടെന്ന്. നാണവും മാനവും ഇല്ലാത്തവൻ. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആരും ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞ് ഞാൻ കേൾക്കുന്നില്ല. ഓൺ ദ അതർ ഹാൻഡ് അനീഷിനും PR ഉണ്ട്. അനീഷിനും നല്ല PR വർക്ക് നടന്നിട്ടുണ്ട്. അനീഷും വളരെ ഡ്രമാറ്റിക് ആയിരുന്നു. പക്ഷെ അനുമോൾ അത്ര ഫേക്ക് ആയിരുന്നില്ല. ആണോടാ? അനീഷിനും PR ഉണ്ട്, പക്ഷേ അനുമോൾ അത്ര ഫേക്ക് അല്ല. നീ ആരാണ് ഇതൊക്കെ കണ്ടുപിടിക്കാൻ? അവൻ്റെ ഒരു കണ്ടുപിടിത്തം. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അത്ര ഫേക്ക് ആയിരുന്നില്ല. പിന്നെ ആരെയും അതിനകത്ത് ഇട്ടിട്ട് പേഴ്സണലി ഹരാസ് ചെയ്യുകയോ ഉപദ്രവിക്കുകയോ അയാൾ ചെയ്തിട്ടില്ല. ഒരാൾക്കുള്ള കുറ്റം അയാൾ ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ആസ്പെക്റ്റ് നോക്കുമ്പോൾ അയാളും ഡിസർവിങ് ആയിരുന്നു. എൻ്റെ പൊന്നാര മരപ്പൊട്ട ഒരു കാര്യം പറയുകയാണ്. എൻ്റെ പൊന്നുപൊട്ട, ബിഗ് ബോസ് വീടെന്ന് പറയുമ്പോൾ അവിടെ തെറി വിളിക്കും, അവിടെ ഗെയിം കളിക്കും, ഗെയിമിൻ്റെ ഭാഗമായിട്ട് മിണ്ടാണ്ട് ഇങ്ങനെ പോയി ഇരിക്കണം എന്നാണോ പറയുന്നത്? അതായത് സത്യസന്ധമായിട്ട് അതിൻ്റെ അകത്ത് നിൽക്കണമെന്നാണോ പറയുന്നത്? പിന്നെ അതിനെന്തിനാണ് ബിഗ് ബോസ് എന്ന് പേരിടുന്നത്? ബിഗ് ബോസ് ആകുമ്പോൾ ഇവിടെ കളിക്കും. മരപ്പൊട്ടൻ എന്ന് പറഞ്ഞാൽ നിന്റെ കളി ഞങ്ങൾ കണ്ടിട്ടുണ്ട്, എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട പൊട്ട. പൊട്ടൻ പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. അപ്പോൾ അനുമോൾ കപ്പ് PR മോശമാണോ? ഞാൻ അല്ലാന്നേ പറയൂ. ഇവന് സത്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദ്യം പറഞ്ഞു അനുമോൾ PR ജയിച്ചു, ഇപ്പോൾ പറയുന്നത് PR മോശമാണോ? ഞാൻ അല്ലെന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ നിന്നെ എന്തെങ്കിലും ടെസ്റ്റിന് കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലെങ്കിൽ 2 അടിച്ചിട്ടുണ്ട് ചങ്ങായി. എന്തോ ഒരു പ്രശ്നമുണ്ട് ചങ്ങായി. ബാക്കിയും കൂടി കേട്ട് നോക്കാം. കാരണം നമ്മളെ ചുറ്റുപാടും നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി. PR നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നാട് ഭരിക്കുന്ന രാജാവിന് വരെ PR ഉണ്ട്.
നാട് ഭരിക്കുന്ന രാജാവ്. ആരാണ് ആ രാജാവ്? അവൻ്റെ ഒരു വർത്താനം സത്യം പറഞ്ഞാൽ ഓക്കെ. പൊട്ടൻ പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. രാജ്യം ഭരിക്കുന്ന വേറൊരു രാജാവിനും പി ആർ ഉണ്ട്. സോ പി ആർ ഈസ് ദെയർ എവ്രിവെയർ ബിക്കോസ് എവറിഥിങ് നൗ കോർപ്പറേറ്റ് ആണ്. ബിഗ് ബോസ് ഇറ്റ് സെൽഫ് എ ബിഗ് കോർപ്പറേറ്റ് ഷോ. സോ പി ആറിനെ കുറ്റം പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് അടച്ച് ആക്ഷേപിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നില്ല. എൻ്റെ പൊന്നാര പൊട്ട, നീയല്ല ആദ്യം പറഞ്ഞത് പി ആർ കൊണ്ട് അനുമോൾ ജയിച്ചു. ഇപ്പോൾ പറയുന്നത് പി ആർ എന്തൊരു പൊട്ടനാണല്ലേ. അതായത് പറയുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നില്ല പൊട്ടൻ. ഓക്കെ, പൊട്ടൻ പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. വിനുവിന് കാശ് കിട്ടി, വിനുവിൻ്റെ പണിയെടുത്തു. കഴിഞ്ഞ കൊല്ലം വിനുവിന് കാശ് കിട്ടി, വിനുവിൻ്റെ പണിയെടുത്തു. ഈ മാനിപ്പുലേഷനിൽ വീഴാതിരിക്കുക എന്നുള്ളതല്ലേ ഞാനും നിങ്ങളും അടങ്ങുന്ന നാട്ടുകാർ ചെയ്യേണ്ട പരിപാടി. എൻ്റെ പൊന്നാര പൊട്ട, നീ തന്നെ പറഞ്ഞു വിനു അനുമോൾക്ക് വേണ്ടി പണിയെടുക്കുന്നു. സത്യം പറഞ്ഞാൽ പൊന്നാര പ്രേക്ഷകരെ ഒരു കാര്യം പറയുകയാണ്, വിനു എടുക്കുന്നത് എന്താണ്? അനുമോൾ അവിടെ ചെയ്യുന്ന നല്ല കാര്യത്തിൽ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നു. അത് മാത്രമാണ് വിനു എടുക്കുന്ന പണി. അല്ലാതെ വിനുവിൻ്റെ കഴിവ് കൊണ്ടൊന്നുമല്ല അനുമോൾ ജയിച്ചത്. വിനു എന്ത് പണിയെടുക്കുന്നത് അത് എനിക്ക് അനുമോൾ എടുക്കും, ഞാനും ചെയ്യും. അതായത് അനുമോൾ ലൈവിൽ ചെയ്യുന്ന നല്ല കാര്യത്തിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലും പിന്നെ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നു. അത് മാത്രമാണ് വിനു എടുക്കുന്ന പണി. പൊട്ടം പൊട്ടന് ഓക്കെ. പൊട്ടം പറയുന്ന ബാക്കിയും കൂടി കേട്ട് നോക്കാം. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? അത് നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് മനസ്സിലാവുന്നില്ല ആരാണ് പി ആർ, ആരാർക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. പൊന്നാര പൊട്ട, ഒരു കാര്യം പറയുകയാണ്, നിന്നോട് ആരാണ് പറഞ്ഞത് ഇവർക്ക്? അതായത് ഇത്രയധികം അനുമോൾക്ക് വോട്ട് കിട്ടിയത് ഈ ഷോ കാണാതെയും ലൈവ് കാണാതെയുമാണ് അനുമോൾക്ക് വോട്ട് കൊടുത്തതെന്ന് നിന്നോട് ആരാണ് പറഞ്ഞത്? എന്തിനാടാ പൊട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? സത്യം പറഞ്ഞാൽ നിന്നൊക്കെ റെസ്പെക്റ്റ് തന്ന ഒരാളായിരുന്നു ഞാൻ പേഴ്സണലി നിൻ്റെ പൊട്ടത്തരം കേട്ട് ഷോക്കാവുകയാണ് എൻ്റെ മരപ്പൊട്ട. പൊന്നാര പൊട്ടം പറയുന്ന ആ ബാക്കിയും കൂടി കേട്ട് നോക്കാം. നിങ്ങളാരും മാനിപ്പുലേറ്റ് ചെയ്യുന്നു, നിങ്ങൾ എന്ത് കണ്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നു? നിങ്ങളിപ്പോൾ 24/7 ലൈവ് കണ്ടിട്ടാണ് അനുമോളെ ഫാനായെന്നുണ്ടെങ്കിൽ ഐ റെസ്പെക്റ്റ്. നിങ്ങൾ ഈ ഷോൻ്റെ 1 മണിക്കൂറുള്ള എപ്പിസോഡ് കണ്ടിട്ടാണ് അനുമോളെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെന്നുണ്ടെങ്കിൽ എഗെയിൻ ഐ റെസ്പെക്റ്റ്. നിൻ്റെ റെസ്പെക്ട്, നീ ആരാണ്? നിൻ്റെ വിചാരമാണ് നീ എന്തോ വേറെ സംഭവമാണ്. സത്യം പറയുന്നത് നീ ആരാടാ? എൻ്റെ മനസ്സിൽ നിലവിൽ നീ ഒരു പൊട്ടനാണ്. ഓക്കെ, അതായത് നിൻ്റെ വർത്താനം പൊട്ടത്തരം മാത്രമാണ് നീ പറഞ്ഞത്. എങ്ങനെയാണ്, ആരാണ് നിൻ്റെ തലക്ക് കൈവച്ചത്? സത്യം ഓക്കെ. പൊട്ടം പറയുന്ന ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു മക്കൾ. ഒരു ഭാഗം കൂടി കേട്ടിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. പക്ഷേ സീസൺ 1 മുതലുള്ള കുറേ ആർമി പേജുകൾ ഈ സീസൺ ഒരു മലയാളം ബിഗ് ബോസ് തുടങ്ങുമ്പോൾ കൂന് മുള പൊട്ടി വരുന്ന പോലെ വന്ന് പിന്നെ അങ്ങോട്ട് ഗ്യാങ് മാറി പിന്നെ ഓം എന്ന് പറഞ്ഞിട്ട് അടിമകളെ പോലെ ഇങ്ങനെ മാറിപ്പോയിട്ട് കുറേ ആ സെറ്റപ്പിലാണെന്നുണ്ടെങ്കിൽ ഐ എം നോട്ട് ഗോയിങ് ടു റെസ്പെക്ട് യു ഗൈസ്. ആരാ മണ്ടന്മാരെന്നല്ല, നീയാണ് മണ്ടൻ. നീയാണ് മണ്ടൻ. വേറെ എല്ലാവർക്കും ബോധമുണ്ട്, നിനക്കാണ് ബോധമില്ലാത്ത മണ്ടൻ. എൻ്റെ പൊന്നാര പൊട്ട, സത്യം പറഞ്ഞാൽ ഈ പൊട്ടനൊക്കെയാണോ ഞാനൊക്കെ മുമ്പ് സപ്പോർട്ട് ചെയ്തത് എന്നാണ് ഞാൻ പേഴ്സണലി ഷോക്കാവുന്നത്. സത്യം പറഞ്ഞാൽ പൊന്നാര സായി, നിൻ്റെ വീഡിയോ കാണുന്ന കുറേ പേരാണ്. അതുകൊണ്ട് വൃത്തിയിൽ ക്ലിയറായിട്ട് നീ ആരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാതെ പണിയെടുക്കാൻ നോക്കണം. ഓക്കെ, സത്യമാണ് സായി നിന്നോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.